ബാക്കി വന്ന ചപ്പാത്തിയെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി നൂഡിൽസ് എന്നെല്ലാം പറഞ്ഞ് മക്കളെ പറ്റിക്കാം. അതിനായി ആദ്യം ഞാൻ ഒരു കടായി വെച്ച്, ആ കടായിലേക്ക് അതൊന്ന് ചൂടായി വന്നേരം അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, ബീൻസ്, ക്യാരറ്റ് ഈ ഐറ്റംസ് എല്ലാം ഇട്ട് ഒന്ന് വാട്ടി. ഞങ്ങളെ വീട്ടിൽ എന്തെല്ലാം വെജിറ്റബിൾസ് എല്ലാം മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ടാൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇട്ടത്. അതൊന്ന് കുറച്ച് ഉപ്പിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞാൽ തന്നെ അതൊന്ന് വെന്ത് കിട്ടി കുറച്ചൊന്ന് ഇളക്കി ഒന്ന് സെറ്റായതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് നുള്ള് മഞ്ഞൾ പൊടി, ഇത് 3 ഇട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി വെച്ച് 2 സെക്കൻഡ് എല്ലാം ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഇതങ്ങ് മാറി. അതിനുശേഷം ഞാൻ 2 മുട്ട എടുത്ത് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മാറ്റി നടുക്കൊരു മുട്ട എടുത്ത് ആ മുട്ടയൊന്ന് ചിക്കിയെടുത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലോണം ഒന്ന് വറവാക്കിയെടുത്ത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി മൊത്തത്തിൽ എല്ലാ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒരു വറവ് രൂപത്തിലാക്കി. അതിൻ്റെ കൂടെ അതൊന്ന് വറവ് മൊത്തം കഴിഞ്ഞാൽ ഞാൻ അതിൽ ഈ മാറ്റി വെച്ച ചപ്പാത്തി, അത് 2 ചപ്പാത്തി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതൊന്ന് ഈ കടായിലേക്കിട്ട് ഈ ചപ്പാത്തി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി, ഉപ്പിൻ്റെ ചെറിയൊരു കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട്, കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി മാറ്റി വെച്ച് അതിനുശേഷം ഞാനതൊന്ന് ഇറക്കി വെച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. ഇതിൽ സോസുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളവർ